1 കൊരിന്ത്യർ ലേഖനത്തിനെ കുറിച്ചാണല്ലോ. അതിൻ്റെ 9-ാം അധ്യായമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. വാക്യങ്ങൾ വായിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ചോദിച്ചോളട്ടെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വ്യക്തിപരമായ മുൻഗണനകളുണ്ടെങ്കിൽ അവയെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഒരു പക്ഷേ നമ്മളുടെ വസ്ത്രത്തെക്കുറിച്ചായിരിക്കാം, നമ്മുടെ ആഹാരത്തെക്കുറിച്ചായിരിക്കാം, നമ്മുടെ സമയത്തെക്കുറിച്ചായിരിക്കാം, നമ്മളുടെ എന്തെങ്കിലും ഒരു മ്യൂസിക്കൽ ടേസ്റ്റിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചായിരിക്കാം. ഇതിനെല്ലാം നമുക്ക് ചില വ്യക്തിപരമായ മുൻഗണനകളുണ്ട്. നമുക്കായിട്ട് ചില സ്വാതന്ത്ര്യം, നമുക്ക് ദൈവം തന്ന സ്വാതന്ത്ര്യം, ഈ ലോകത്തിൽ ഈ രാജ്യത്ത് താമസിക്കുമ്പോൾ തന്ന സ്വാതന്ത്ര്യമുണ്ട്. അതേപോലെ നമുക്ക് ചില അവകാശങ്ങളൊക്കെയുണ്ട്. ഈ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും മുൻഗണനകളുമൊക്കെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളത് കൈകാര്യം ചെയ്യുന്ന രീതി എങ്ങനെ നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിലരൊരു പക്ഷേ അത് വേണ്ട എന്ന് വെക്കും, നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ സ്വാതന്ത്ര്യങ്ങളൊക്കെ വേണ്ട എന്ന് വെക്കും. കാരണം ഭവനം മുമ്പോട്ട് പോകണം, ജോലി സ്ഥലത്ത് സമാധാനം വേണം, അല്ലെങ്കിൽ ചർച്ചിൽ നമുക്ക് ഒരുമിച്ച് ഐക്യതയോട് പോകണം. അതുകൊണ്ട് അതൊക്കെ വേണ്ട എന്ന് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? അതെല്ലാം മാറ്റും. എല്ലാവരും അങ്ങനല്ല. എല്ലാവരും അത് അവരുടെ അവകാശങ്ങൾ, അവരുടെ പ്രിവിലേജസ് അല്ലെങ്കിൽ അവരുടെ ക്രിഡൻഷ്യൽസ് ഒക്കെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ എല്ലാവരും അതേപോലല്ല പ്രതികരിക്കുന്നത്. ഇത് ഞാൻ പറയാൻ കാര്യം, അപ്പോസ്തലനായ പൗലോസ് ഇതേ കാര്യമാണ് 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ പറയുന്നത്. അവരുടെ സ്വാതന്ത്ര്യം, അപ്പോസ്തലനായ പൗലോസിനുള്ള സ്വാതന്ത്ര്യം, അപ്പോസ്തലനായ പൗലോസിനുള്ള അവകാശങ്ങൾ, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ മുൻഗണനകളൊക്കെ ആ സഭയോട് അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ പറഞ്ഞു മനസ്സിലാക്കുകയാണ്. കാരണം ക്ലേവായുടെ ഭവനക്കാരിൽ നിന്ന് ഒരു വർത്തമാനം അദ്ദേഹത്തിന് ലഭിച്ചു. ചില ഭിന്നതകൾ കൊരിന്ത്യ സഭയിലുണ്ട്. ചിലർ പറയുന്നു പൗലോസിൻ്റെ പക്ഷക്കാരൻ, ചിലർ പറയുന്നു അപ്പൊല്ലോസിൻ്റെ പക്ഷക്കാരൻ, ചിലർ പറയുന്നു യേശുവിൻ്റെ പക്ഷക്കാരുമായിട്ട് ചിലർ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പക്ഷം പിടിച്ചുള്ള ഒരു പെരുമാറ്റങ്ങൾ ആ സഭയിലുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. അതുമാത്രമല്ല, ഇദ്ദേഹം ഈ കത്തയച്ച് ചില സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. 7-ാം അധ്യായത്തിൽ 9-ാം അധ്യായത്തിലൊക്കെ അറിയാം. കത്തയച്ച് കൊരിന്ത്യ സഭയിലെ ആൾക്കാർ ഈ സഭ സ്ഥാപിച്ച അപ്പോസ്തലനായ പൗലോസിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുമുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി എന്ന പോണമാണ് 1 കൊരിന്ത്യർ 1 കൊരിന്ത്യർ മുഴുവനായിട്ടും എഴുതുന്നത്. 1 കൊരിന്ത്യർ 8-ാം അധ്യായം നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടല്ലോ. വിഗ്രഹാർപ്പിതങ്ങളെക്കുറിച്ചുള്ള ചോദ്യമായിരുന്നു അവർക്ക്. ആ ഒരു ചോദ്യത്തിന് അപ്പോസ്തലനായ പൗലോസ് ഉത്തരം കൊടുക്കുമ്പോൾ പറയുന്നു, സ്നേഹമാണ് വലുത്, സ്വാതന്ത്ര്യത്തെക്കാൾ ഉപരി, നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നതിനേക്കാൾ ഉപരി സ്നേഹമാണ് വലുത് എന്ന് പറയുകയാണ്. ഈ 9-ാം അധ്യായത്തിൽ വരുമ്പോൾ മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിലെ ചില ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് അദ്ദേഹം സഭയോട് പറയുകയാണ്, സ്വാതന്ത്ര്യമുണ്ട്, അവകാശങ്ങളുണ്ട്, എന്നാൽ അതിലുപരിയായി സുവിശേഷത്തെ മുൻപിൽ നിർത്തിക്കൊണ്ട് വേണം നമ്മൾ ഈ അവകാശങ്ങളും ഈ സ്വാതന്ത്ര്യവും കൈകാര്യം ചെയ്യാൻ. എന്തിനെ മുമ്പിൽ നിർത്തി വേണം? സുവിശേഷത്തെ മുന്നിൽ നിർത്തി വേണം അവകാശങ്ങളും നമ്മളുടെ ക്രിഡൻഷ്യൽസ് ആണെങ്കിലും നമ്മുടെ റൈറ്റ്സ് ആണെങ്കിലും നമ്മുടെ ഫ്രീഡം ആണെങ്കിലും നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് സുവിശേഷത്തെ മുൻപിൽ നിർത്തിയാണ്. സ്തോത്രം. ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ആദ്യത്തെ 6 വാക്യമൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യം. ഞാൻ സ്വതന്ത്രനല്ലയോ? ഞാൻ അപ്പൊസ്തലനല്ലയോ? നമ്മുടെ കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ? കർത്താവിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങളല്ലയോ? മറ്റുള്ളവർക്ക് ഞാൻ അപ്പൊസ്തലനല്ലെന്ന് വരികിൽ എങ്ങനെയെങ്കിലും നിങ്ങൾക്കാകുന്നു. കർത്താവിൽ എൻ്റെ അപ്പൊസ്തലത്വത്തിൻ്റെ മുദ്ര നിങ്ങളല്ലോ. എന്നെ വിധിക്കുന്നവരോട് ഞാൻ പറയുന്ന പ്രതിവാദം ഇതാകുന്നു, തിന്നുവാനും കുടിപ്പാനും ഞങ്ങൾക്ക് അധികാരമില്ലയോ? ശേഷം അപ്പൊസ്തലന്മാരും കർത്താവിൻ്റെ സഹോദരന്മാരും കേഫാവും ചെയ്യുന്നത് പോലെ ഭാര്യയായ ഒരു സഹോദരിയുമായി സഞ്ചരിപ്പാൻ ഞങ്ങൾക്ക് അധികാരമില്ലയോ?
അല്ല, വേല ചെയ്യാതിരിപ്പാൻ എനിക്കും ബർന്നബാസിനും മാത്രം അധികാരമില്ല എന്നുണ്ടോ? ഇവിടെ 1 മുതൽ 6 വരെയുള്ള വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ചില യോഗ്യതകളുണ്ട്, അദ്ദേഹത്തിൻ്റെ ചില അവകാശങ്ങളുണ്ട്. യോഗ്യതകളും അവകാശങ്ങളും. നമുക്കുമുണ്ട് പല അവകാശങ്ങൾ, നമുക്കുമുണ്ട് പല റൈറ്റ്സ്, പ്രിവിലേജസ് നമുക്കുമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ഓരോന്നോരോന്നായിട്ട് ഇത് താൻ സ്ഥാപിച്ച കൊരിന്ത്യ സഭയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ സ്വതന്ത്രനല്ലയോ? ചോദിക്കുന്നതിൻ്റെ ഉത്തരം ലഭിക്കാൻ വേണ്ടിയല്ല, അതിൻ്റെ അർത്ഥം അദ്ദേഹം പറയുകയാണ്, ഞാൻ സ്വതന്ത്രനാണ്. ഞാൻ അപ്പോസ്തോലനല്ലയോ? അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തോലനല്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരും അവിടെ ഉണ്ട്. അപ്പോസ്തോലനല്ലയോ എന്ന് പറയാൻ അദ്ദേഹം കാര്യം, ഞാൻ കർത്താവായ യേശുവിനെ കണ്ടിട്ടുണ്ട്. എപ്പോഴാണ് കർത്താവായ യേശുവിനെ കണ്ടത്? തൻ്റെ മാനസാന്തര സമയത്ത് ദമസ്കോസിലോട്ടുള്ള പടിവാതിക്കൽ വെച്ച് ദർശനത്തിൽ ദൈവം അപ്പോസ്തലനായ പൗലോസിന് പ്രത്യക്ഷനായി ശൗലേ ശൗലേ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഞാൻ യേശുവിനെ കണ്ടിട്ടുണ്ട്. അതെല്ലാം എൻ്റെ യോഗ്യതയാണ്, അപ്പോസ്തലനാകാനുള്ള യോഗ്യതയാണ്. അതുമാത്രമല്ല, കർത്താവിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങളല്ലയോ എന്ന് പറഞ്ഞാൽ, താൻ ഈ കൊരിന്ത്യ ദേശത്ത് മ്ലേച്ഛതകൾ നിറഞ്ഞ, ഭയങ്കരമായ മ്ലേച്ഛത നിറഞ്ഞ ആ കൊരിന്ത്യ ദേശത്ത് പാർത്ത് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് അവിടെ കൂടി വരുന്ന ദൈവസഭ. അപ്പോൾ ആരെല്ലാം അപ്പോസ്തലനായ പൗലോസിൻ്റെ അപ്പോസ്തലത്തെ ചോദ്യം ചെയ്താലും കൊരിന്ത്യ സഭയ്ക്ക് അത് ചോദ്യം ചെയ്യാൻ സാധ്യമല്ല. കാരണം എന്താണ്? തൻ്റെ പ്രവർത്തനത്താൽ, അല്ലെ തൻ്റെ കൂടെയുള്ള ദൈവമക്കളുടെ പ്രവർത്തനത്താൽ ഉരുവായ സഭയാണ് ഈ കൊരിന്ത്യ സഭ. അതാണ് അപ്പോസ്തലനായ പൗലോസിൻ്റെ യോഗ്യതാപത്രം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, താഴോട്ട് വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിൻ്റെ ചില അവകാശങ്ങളുണ്ട്. മറ്റ് അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ സഹോദരന്മാർ, അല്ലെങ്കിൽ പൗലോസ്, പത്രോസ്, ഇവരെല്ലാം ഉള്ളതുപോലെ ചില അവകാശങ്ങൾ ഉണ്ടെന്ന് പറയുകയാണ്. എന്താണ് അവകാശം? മറ്റുള്ളവർക്ക് ഞാൻ അപ്പോസ്തലൻ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങൾക്കാകുന്നു, കർത്താവിൽ എൻ്റെ അപ്പോസ്തലത്വത്തിൻ്റെ മുദ്ര നിങ്ങളല്ലയോ? താഴോട്ട് വായിക്കുമ്പം, എന്നെ വിധിക്കുന്നവരോട് ഞാൻ പറയുന്ന പ്രതിവാദം ഇതാകുന്നു. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ചില കാര്യങ്ങൾ തെളിയിക്കുകയാണ്. തിന്നുവാനും കുടിപ്പാനും ഞങ്ങൾക്ക് അധികാരമില്ലയോ എന്ന് പറഞ്ഞാൽ, അപ്പോസ്തലനായ പൗലോസിന് ആഹാരം കഴിക്കുവാനും കുടിക്കുവാനും ഒക്കെ അവകാശമുണ്ട്. ശേഷം അപ്പോസ്തലന്മാരും കർത്താവിൻ്റെ സഹോദരനായ കേഫായും ചെയ്യുന്നത് പോലെ ഭാര്യമാരോടുകൂടെ സഞ്ചരിച്ച് ശുശ്രൂഷിക്കാൻ അവകാശമില്ലയോ എന്ന് പറയുമ്പോൾ, അപ്പോസ്തലനായ പത്രോസിൻ്റെ ഭാര്യയോടുകൂടെയാണ് അദ്ദേഹം സഞ്ചരിച്ച് ശുശ്രൂഷിച്ചത്. അതുമാത്രമല്ല, മറ്റ് കർത്താവിൻ്റെ ശിഷ്യന്മാരും സഹോദരങ്ങളും, ഒരുപക്ഷെ യോഹന്നാൻ്റെയൊക്കെ അദ്ദേഹം യൂദായെക്കുറിച്ചും യാക്കോബിനെക്കുറിച്ചുമായിരിക്കും അദ്ദേഹം ഉദ്ധരിക്കുന്നത്. സഞ്ചരിച്ച് ഭാര്യമാരോടുകൂടെ സഞ്ചരിപ്പാൻ അവകാശമില്ലയോ? ഉണ്ട്. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് വിവാഹം കഴിക്കാത്ത ഒരു വ്യക്തിയായിരുന്നതുകൊണ്ട് തന്നെയാണ് മറ്റ് സഹോദരന്മാരോട് ചേർന്ന് യാത്ര ചെയ്തത്. അപ്പോൾ ഇതിനൊക്കെ അവകാശമില്ലയോ എന്ന് ചോദിച്ചാൽ ഇതിനൊക്കെ അവകാശമുണ്ട്. അതുമാത്രമല്ല, ബർന്നബാസും പൗലോസും കൂടാരമുണ്ടാക്കുന്ന പണി ചെയ്താണ് അവരുടെ ശുശ്രൂഷയെ അവരുടെ ആവശ്യങ്ങൾ സന്ധിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ മറ്റുള്ളവരൊരു പക്ഷേ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ ദേശത്തിലെ ജനങ്ങൾ അവരുടെ ആവശ്യങ്ങളെല്ലാം കരുതിയെങ്കിൽ ഇവർ സ്വന്തം കൈകൊണ്ട് പ്രവർത്തിച്ചാണ് ആവശ്യങ്ങളിൽ കരുതിയിരുന്നത്. അപ്പോൾ ചോദിക്കുകയാണ്, ഇങ്ങനെ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെയൊക്കെ എനിക്ക് ചെയ്യാൻ അവകാശമില്ലയോ? അവകാശമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് അറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ ചരിത്രം, ധനികനായ ഒരു ഭവനത്തിലെ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരു പരീശനായിരുന്നു, ജ്ഞാനിയായ വ്യക്തിയായിരുന്നു. ഗമാലിയലിൻ്റെ പാദപീഠത്തിലിരുന്ന് വചനം പഠിച്ചപ്പോൾ മറ്റ് അപ്പോസ്തലന്മാരെക്കാളൊക്കെ ധനത്തിലും മാത്രമല്ല പഠനത്തിലും പിന്നെ കഴിവിലും സഞ്ചാരത്തിലുമൊക്കെ അവരെക്കാളൊക്കെ മേന്മ നിറഞ്ഞ വലിയ ഒരു വ്യക്തിയാണ് പറയുന്നത്, എനിക്കിതിനെല്ലാം അവകാശമുണ്ട്. എന്നാൽ അത് അദ്ദേഹം ചെയ്യുന്നില്ല. അതിന് ചില കാര്യങ്ങൾ താഴോട്ട് പറയുകയാണ്. അപ്പോൾ തന്നെ അപ്പോസ്തലനായ പൗലോസ് ഇതേ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ. അപ്പോൾ തന്നെത്താൻ അദ്ദേഹം കാണുന്നത് എങ്ങനെയാണ്?
ഭോഷന്മാരായിട്ട് കാണുന്നു, ബലഹീനരായിട്ട് കാണുന്നു, മാനഹീനരായിട്ട് കാണുന്നു. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ ഈ നാഴിക വരെ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാന്നും കാത്തുകൊണ്ട് സ്ഥിരവാസം കൂടാതെയും ഇരുന്നു. അപ്പോൾ ആഹാരത്തിനും വസ്ത്രത്തിനും താമസത്തിനുമൊക്കെ വളരെ പ്രയാസം അനുഭവിച്ചാണ് അദ്ദേഹം കർത്താവിൻ്റെ വേല ചെയ്തത്. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിച്ച് ശകാരം കേട്ട് ആശീർവദിക്കുന്നു, ഉപദ്രവമേറ്റ് സഹിക്കുന്നു, ദൂഷണം കേട്ട് നല്ല വാക്ക് പറയുന്നു. അടുത്ത വാക്യമാണ്, ഈ ലോകത്തിൻ്റെ ചവറുപോലെ ഇന്ന് വരെ സകലത്തിനും അഴുക്കായും തീരുന്നു എന്ന് പറഞ്ഞാൽ, അത്രയ്ക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ മാനഹീനനായിട്ട്, അല്ലെങ്കിൽ ഒരു മാനവും സ്വീകരിക്കാൻ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ചവറുപോലെ, നമ്മൾ പറയാറുണ്ടല്ലോ, എല്ലാം കഴിഞ്ഞ ശേഷം എന്നെ കരിയാപ്പല പോലെ എടുത്ത് കളഞ്ഞെന്ന് പറയും. നമ്മൾ ഒരിക്കലും പറയത്തില്ല ചവറ് പോലെ എടുത്ത് കളഞ്ഞു. അപ്പോൾ അതേപോലെയുള്ള ഒരവസ്ഥ വരെ അപ്പോസ്തലനായ പൗലോസ് സുവിശേഷ വേലയോടനുബന്ധിച്ച് സഹിപ്പാനായിട്ട് ഒരുങ്ങുകയാണ്. സ്തോത്രം. ഈ അദ്ദേഹത്തിൻ്റെ ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യരോട് പറയുകയാണ്. കൊരിന്ത്യയിൽ പലർക്കും അപ്പോസ്തലനായ പൗലോസിൻ്റെ ഈ യോഗ്യത പർത്ഥങ്ങളും അദ്ദേഹത്തിൻ്റെ കഴിവൊക്കെ കണ്ടിട്ട് ഞാൻ അപ്പോസ്തലനായ പൗലോസിൻ്റെ കൂടെ ഉള്ള ആളാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കിട്ടുന്ന ചില വ്യക്തിത്വങ്ങൾ, ചില ഐഡൻറ്റിറ്റി ലഭിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ചിലരൊക്കെ പറയുന്നത് ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളെ ആരെങ്കിലും സ്നാനപ്പെടുത്തിയിട്ടുണ്ടോ? കുറച്ച് പേരെ മാത്രമേ ഉള്ളൂ. എൻ്റെ പേരിലാണോ നിങ്ങൾ സ്നാനപ്പെടുന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടോ എന്ന് പറഞ്ഞാൽ, യാതൊരു വിധത്തിലും അപ്പോസ്തലനായ പൗലോസിൻ്റെ പേരിൽ സഭയുടെ അവകാശം ഉന്നയിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക പദവികൾ ഉന്നയിക്കാൻ ഉള്ള പഴുതെല്ലാം അടച്ചാണ് അപ്പോസ്തലനായ പൗലോസ് ഈ മഹാനായ വ്യക്തി, ഈ മഹത്വമുള്ള ശുശ്രൂഷയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ജ്ഞാനിയായ വ്യക്തി തൻ്റെ ശുശ്രൂഷ ചെയ്തത്. ഇങ്ങനെയാണ് അദ്ദേഹം ചോദിക്കുന്നത്, ക്രിസ്തു വിഭാവിക്കപ്പെടുന്നുണ്ടോ? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുന്നോ? അല്ല, പൗലോസിൻ്റെ നാമത്തിലാണോ നിങ്ങൾ സ്നാനമേറ്റത്? സ്തോത്രം. പൗലോസിൻ്റെ അവകാശങ്ങളും പൗലോസിൻ്റെ യോഗ്യതകളെല്ലാം പൗലോസിന് നമ്മളെക്കാൾ ഉപരി നല്ലതായിട്ടറിയാം. എന്നാൽ തൻ്റെ ശുശ്രൂഷാ മുഖത്ത് ഇതെല്ലാം വേണ്ട എന്ന് വെച്ചു. അതിൻ്റെ കാരണം താഴോട്ട് പറയുന്നുണ്ട്. സ്തോത്രം. നമുക്കുമുണ്ട് പല അവകാശങ്ങളില്ലേ, നമുക്കുമുണ്ട് ചില യോഗ്യതകൾ, നമുക്കുമുണ്ട് ചില താല്പര്യങ്ങൾ, നമുക്കെല്ലാം ഉണ്ട്. എന്നാൽ ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തിൽ ശ്രേഷ്ഠതയായിരിക്കാം, അല്ലെ നമ്മുടെ വിദ്യാഭ്യാസമായിരിക്കാം, അല്ലെ നമ്മുടെ ജോലിയായിരിക്കാം, അല്ലെങ്കിൽ ദൈവം നമുക്ക് തന്ന നന്മകളായിരിക്കാം, അല്ലെ ഇതിലെല്ലാം ഇല്ലാത്തതായിരിക്കാം. എന്തായാലും ഈ ഒരു വ്യക്തിത്വത്തെ, ഈ ഒരു അവകാശത്തെ, നമുക്കുള്ള അവകാശത്തെ നാം എത്രമാത്രം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു? ഈ അവകാശത്തെയാണോ നാം ചേർത്ത് പിടിക്കുന്നത്, അതോ ദൈവത്തിൻ്റെ സുവിശേഷത്തെയാണോ ചേർത്ത് പിടിക്കുന്നത്? ഉദാഹരണമായിട്ട് ഇപ്പം എന്നെ ആരെങ്കിലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ നോട്ടം കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് എന്നെ തിരസ്കരിച്ചാൽ, എനിക്ക് അദ്ദേഹത്തോടല്ലേ ആ വ്യക്തിയോട് തിരസ്കരിക്കാൻ എനിക്കൊരു അവകാശമുണ്ടെന്ന് എനിക്ക് പറയാം. സ്തോത്രം. അപ്പോൾ ഞാൻ പറയും, ഞാൻ ആ വ്യക്തിയെ നോക്കത്തില്ല, ആ വ്യക്തിയോട് സംസാരിക്കത്തില്ല, ആ വ്യക്തിയെ ഫോൺ എടുക്കത്തില്ല, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കൂടെ പോകത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിലാണെങ്കിൽ തന്നെ ഭാര്യയും ഭർത്താവാണെങ്കിൽ പോലും, അല്ലെ കുഞ്ഞുങ്ങളും മക്കളും അമ്മയപ്പന്മാരും ആണെങ്കിൽ തന്നെ എന്ത് ചെയ്യും? അങ്ങനെല്ലാം നമ്മൾ എന്ത് പറയും? എൻ്റെ അവകാശമാണ്, അദ്ദേഹം ഇങ്ങോട്ട് ചെയ്തില്ല, അല്ലെ അവരെന്നോട് ഇങ്ങോട്ട് ചെയ്ത, അങ്ങനെ അതുകൊണ്ട് പിന്നെ എനിക്കും അങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെ ചോദ്യങ്ങൾ വരാം, ഇല്ലേ? അപ്പോൾ നാം ചിന്തിക്കേണ്ടത്, നാം ഏതിനെയാണ് ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നത്? അപ്പോസ്തലനായ പൗലോസ് ചേർത്ത് വെച്ച് എന്തിനെയാണ്? സുവിശേഷത്തെയാണ് അപ്പോസ്തലനായ പൗലോസ് ചേർത്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ അവകാശങ്ങൾ, നമ്മളുടെ യോഗ്യതകൾ, നമ്മളുടെ പദവികളൊക്കെ സുവിശേഷം നിമിത്തം നാം എങ്ങനെ കാണുന്നു, അതിനോട് പ്രതികരിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ ഭാഗത്തോട്ട് നമ്മൾ നോക്കുമ്പോൾ 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 14 വരെയുള്ള വാക്യം നമ്മൾ നോക്കുമ്പോൾ, അപ്പോസ്തലനായ പൗലോസ് തൻ്റെ പദവികൾ, തൻ്റെ യോഗ്യതകൾ, തൻ്റെ അവകാശങ്ങൾ, അതിനെ ഉറച്ചു നിൽക്കുന്നതിൻ്റെ ചില കാരണങ്ങൾ പറയുകയാണ്. പ്രത്യേകമായിട്ടും അദ്ദേഹം പറയുന്നത് ഇതാണ്: എനിക്കുമുണ്ട് അവകാശം,
ജോലി ചെയ്യാതെ സുവിശേഷ വേല ചെയ്ത് നിങ്ങളിൽ നിന്ന് സാമ്പത്തികമായ നന്മകൾ സ്വീകരിച്ച് സുവിശേഷ വേല ചെയ്യാൻ എനിക്കുമുണ്ട് അവകാശം എന്നതിൻ്റെ ചില കാരണങ്ങൾ ഓരോന്നോരോന്നായി പറയുകയാണ്. ആദ്യമായിട്ട് അദ്ദേഹം സാധാരണമായ ചില ഉദാഹരണങ്ങളെ നോക്കിയാണ് പറയുന്നത്. 7-ാം വാക്യം വായിക്കാം. സ്വന്തം ചെലവിന്മേൽ യുദ്ധസേവ ചെയ്യുന്നവനാർ? മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അതിൻ്റെ ഫലം തിന്നാതിരിക്കുന്നവനാർ? ആട്ടിൻകൂട്ടത്തെ മേയിച്ച് കൂട്ടത്തിൻ്റെ പാൽ കൊണ്ട് ഉപജീവിക്കാതിരിക്കുന്നവനാര്? ഇതെല്ലാം സാധാരണ നമ്മുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ആരെങ്കിലും മിലിറ്ററിയിലോ എയർഫോഴ്സിലോ നേവിയിലോ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് പറയുമോ, നിങ്ങൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളെല്ലാം നിങ്ങൾ തന്നെ വാങ്ങിക്കണം, പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ കൂടെ യുദ്ധത്തിന് വന്നു ആരെങ്കിലും പറയുമോ? നമ്മുടെ പ്രിയ രാജു ബ്രദറിൻ്റെയും ആലീസിൻ്റെയും മരുമകൻ മിലിറ്ററിയിലാണല്ലോ. അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ അല്ലെ നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടിയൊക്കെ നിങ്ങൾ തന്നെ പൈസ കൊടുത്ത് വാങ്ങിക്കണം, അങ്ങനെ പറയുമോ? ഒരിക്കലും ചെയ്യത്തില്ല. അതാണ് യുദ്ധസേവ ചെയ്യുന്നവൻ സ്വന്തം ചെലവിലല്ല യുദ്ധസേവ ചെയ്യുന്നത്. മുന്തിരിത്തോട്ടമുണ്ടാക്കി നമ്മൾ എന്തെങ്കിലും ഒരു തോട്ടമുണ്ടാക്കിയാൽ അതിൻ്റെ അനുഭവം എന്ത് ചെയ്യും? മറ്റുള്ളവർക്ക് കൊടുക്കുമെങ്കിലും എന്താണ്, നമ്മളും അത് അനുഭവിക്കും. ആട്ടുംകൂട്ടത്തെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പാൽ കൊണ്ട് ഉപജീവനം കഴിക്കാത്തവർ ആർ എന്ന് പറഞ്ഞാൽ, സാധാരണ രീതിയിൽ നോക്കുമ്പോൾ എനിക്കുള്ള അവകാശങ്ങൾ നിങ്ങളിൽ നിന്ന് എനിക്ക് ലഭിക്കേണ്ടതല്ല, എനിക്കത് അവകാശപ്പെട്ടത് തന്നെയാണ് സാധാരണ രീതിയിൽ നോക്കിയാലും. രണ്ടാമത് 8 മുതൽ 10 വരെയുള്ള വാക്യം നോക്കുമ്പോൾ ന്യായപ്രമാണത്തിലെ ചില കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, എനിക്ക് ഈ അവകാശം ലഭിക്കാനുള്ള എല്ലാ യോഗ്യതയുമുണ്ട്. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ഇത് മനുഷ്യരുടെ മര്യാദ പ്രകാരമോ പറയുന്നത്? ന്യായപ്രമാണവും ഇങ്ങനെ പറയുന്നില്ലയോ? മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കുട്ട കെട്ടരുത് എന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവം കാളയ്ക്ക് വേണ്ടിയോ ചിന്തിക്കുന്നത്? അല്ല കേവലം നമുക്ക് വേണ്ടി പറയുന്നതോ? അതെ, ഉഴുന്നവൻ ആശയോടെ ഉഴുകയും മെതിക്കുന്നവൻ പദം കിട്ടുമെന്നുള്ള ആശയോടെ മെതിക്കുകയും വേണ്ടതാകിയാൽ നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത് അത്രേ. ഇവിടെ അദ്ദേഹം പറയുന്നത്, ഞാനിതിൻ്റെ അർത്ഥം നോക്കുകയായിരുന്നു. ഈ കാളയം കൊണ്ട് പൂട്ടാനൊക്കെ പോകുമ്പം ആ സമയത്ത് അവരുടെ വാ അടച്ചു വെക്കത്തില്ല. കാരണം മെതിക്കാൻ ഉപയോഗിക്കുന്ന കാളയ്ക്ക് ആഹാരം, വെള്ളം ആവശ്യമാണ്. ഒരിക്കലും അവരുടെ വാ അടച്ചു വെക്കാറില്ല. വെള്ളം കുടിക്കരുത്, ആഹാരം കഴിക്കരുതെന്ന് പറഞ്ഞ് വാ അടച്ചു വെക്കാറില്ല. അപ്പോൾ ന്യായപ്രമാണത്തിലും പറയുന്നുണ്ട്, ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് ലഭിക്കേണ്ട അവകാശങ്ങളും അതിൻ്റെ റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ്, പദവികളൊക്കെ ദൈവമക്കൾക്കും ആവശ്യമാണെങ്കിൽ ലഭിക്കുമെങ്കിൽ എനിക്കും അത് ലഭിക്കും എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. തൻ്റെ ന്യായങ്ങളൊക്കെ പറയുകയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നോക്കി പറയുകയാണ്. 11-12 വാക്യം വായിച്ചാൽ, ഞങ്ങൾ ആത്മീകമായത് നിങ്ങൾക്ക് വിതച്ചിട്ട് നിങ്ങളുടെ ഐഹികമായത് കൊയ്താൽ വലിയ കാര്യമോ? മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേൽ ഈ അധികാരമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്ര അധികം. എങ്കിലും ഞങ്ങൾ ഈ അധികാരം പ്രയോഗിച്ചിട്ടില്ല. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരുത്താതിരിപ്പാൻ സകലവും പൊറുക്കുന്നു. ഇവിടെയാണ് അദ്ദേഹം എന്തുകൊണ്ടാണ് തൻ്റെ അവകാശത്തെ, തൻ്റെ യോഗ്യതാപത്രങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് സഭയിലൊരു പ്രയാസമുണ്ടാക്കാൻ അല്ലെങ്കിൽ ചില അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ചു നിൽക്കാൻ അദ്ദേഹം ചെയ്യാത്തതിൻ്റെ കാരണം വ്യക്തമായിട്ട് അദ്ദേഹം പറയുകയാണ്. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരാതിരിപ്പാൻ സകലവും പൊറുക്കുന്നു. സ്തോത്രം. വിതച്ചാൽ എന്ത് ലഭിക്കും? വിളവ് ലഭിക്കും. എന്ത് വിതച്ചാലും വിളവ് ലഭിക്കും. ഇദ്ദേഹം സുവിശേഷം ഈ ജനഹൃദയങ്ങളിൽ വിതച്ചു. അവിടെ ഒരു സഭയുണ്ടായി. ആ സഭയുടെ നന്മ അനുഭവിക്കാൻ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, മറ്റാർക്കുനേക്കാൾ ഉപരി ഞാൻ നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചത് കൊണ്ട് എനിക്കാണ് അവകാശം. എന്നാൽ സുവിശേഷം നിമിത്തം ഇതെല്ലാം ഞാൻ വേണ്ട എന്ന് വെക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നോക്കി പറയുകയാണ്, സുവിശേഷ നിമിത്തം ഞാനിതെല്ലാം വേണ്ട എന്ന് വെക്കുന്നു. അവസാനമായി അദ്ദേഹം ഒരു ആർഗ്യുമെൻ്റൂടെ പറയുകയാണ്. 13-14 വാക്യം യേശു പഠിപ്പിച്ചത് വെച്ച് പറയുകയാണ്. അതുടന്ന് വായിക്കാം. ദൈവാലയ കർമ്മങ്ങൾ നടത്തുന്നവർ ദൈവാലയം കൊണ്ട് ഉപജീവിക്കുന്നുവെന്നും യാഗപീഠത്തിങ്കൽ ശുശ്രൂഷ ചെയ്യുന്നവർ യാഗപീഠത്തിലെ വഴിപാടുകളിൽ ഓഹരിക്കാരാകുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണം എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ ദൈവാലയ കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പഴയ നിയമത്തിലുള്ള
പുരോഹിതന്മാർ ദേവാലയത്തിൽ നിന്ന് തന്നെ അവരുടെ ജീവിത കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടു. കർത്താവും അങ്ങനെ തന്നെ പറയുന്നു. അപ്പോൾ തൻ്റെ അവകാശങ്ങൾ ലഭിക്കാനുള്ള എല്ലാ കാര്യങ്ങളെല്ലാം ലോജിക്കലായിട്ടുള്ള ആർഗ്യുമെൻ്റ് എല്ലാം അദ്ദേഹം പറയാം. എൻ്റെ അവകാശം എനിക്ക് ലഭിക്കും, അതിനുള്ള കാരണങ്ങൾ എനിക്കറിയാം, അത് നിയമപരമായ കാര്യങ്ങളാണ്, സാധാരണ ലോകത്തിലുള്ള കാര്യങ്ങളാണ്, അതുമാത്രമല്ല ന്യായപ്രമാണത്തിലുള്ള കാര്യങ്ങളാണ്, യേശുവും പറഞ്ഞ കാര്യങ്ങളാണ്. എന്നാൽ ഞാൻ ചെയ്യാത്തതിൻ്റെ കാരണം സുവിശേഷ നിമിത്തമാണ്. സുവിശേഷം നിമിത്തമാണ്. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ അവകാശങ്ങളും യോഗ്യതകളും നമ്മുടെ പദവികളൊക്കെ നമ്മുടെ മനസ്സിൽ ഒരു നിമിഷം മനസ്സിലൊന്ന് കൊണ്ടുവരാമോ? ഒരു നിമിഷം. അതിനെ സുവിശേഷവുമായി താരതമ്യപ്പെടുത്തി നാം എങ്ങനെയാണ് അതിനെ കാണുന്നത്? കർത്താവിൻ്റെ സുവിശേഷം ഒരു ഭാര്യ എന്ന നിലയ്ക്ക്, ഭർത്താവ് എന്ന നിലയ്ക്ക്, അമ്മ എന്ന നിലയ്ക്ക്, അച്ഛൻ എന്ന നിലയ്ക്ക്, അല്ലെ സഹോദരൻ എന്ന നിലയ്ക്ക്, ജോലി ചെയ്യുന്ന സാഹചര്യത്തിലൊക്കെ നമുക്കുള്ള അവകാശങ്ങൾ, പദവികൾ അല്ലെങ്കിൽ യോഗ്യതകളൊക്കെ സുവിശേഷവുമായി ബന്ധപ്പെടുത്തി നാം എങ്ങനെയാണ് കാണുന്നത്? നമുക്കൊരു നിമിഷം ഒന്ന് ചിന്തിക്കാം. സ്തോത്രം. അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ എൻ്റെ ലാസ്റ്റ് ഭാഗത്തിലോട്ട് നമുക്ക് നോക്കാം. 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തലനായ പൗലോസ് പറയുവാണ്, എൻ്റെ വ്യക്തിപരമായ അവകാശങ്ങളെക്കാളൊക്കെ ഉപരി എനിക്ക് സുവിശേഷമാണ് വലുത്. വ്യക്തിപരമായ എൻ്റെ അവകാശങ്ങളെക്കാളൊക്കെ ഉപരി സുവിശേഷമാണ് എനിക്ക് ഏറ്റവും വലുത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയാണ്. 15 മുതൽ 19 വരെയുള്ള വാക്യം. എങ്കിലും ഇതൊന്നും ഞാൻ പ്രയോഗിച്ചിട്ടില്ല, ഇങ്ങനെ എനിക്ക് കിട്ടണമെന്ന് വെച്ച് ഞാനിത് എഴുതുന്നതുമല്ല. ആരെങ്കിലും എൻ്റെ പ്രശംസ വൃഥാവാക്കുന്നതിനേക്കാൾ മരിക്കുക തന്നെ എനിക്ക് നല്ലത്. ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഞാനത് മനഃപൂർവ്വം നടത്തുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. മനഃപൂർവ്വമല്ലെങ്കിലും കാര്യം എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ എൻ്റെ പ്രതിഫലം എന്ത്? സുവിശേഷം അറിയിക്കുമ്പോൾ സുവിശേഷ ഘോഷണത്തിലുള്ള അധികാരം മുഴുവനും ഉപയോഗിക്കാതെ ഞാൻ സുവിശേഷ ഘോഷണം ചെലവ് കൂടാതെ നടത്തുന്നത് തന്നെ. ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. ധാരാളം അധികാരങ്ങൾ, ധാരാളം അവകാശങ്ങൾ അപ്പോസ്തലനായ പൗലോസിനുണ്ട്, പ്രത്യേകിച്ച് ഈ കൊരിന്ത്യ സഭയിൽ. കാരണം അദ്ദേഹം സ്ഥാപിച്ച ഒരു സഭയാണ്. അവരോട് അവരുടെ ഉള്ള ചോദ്യം, എൻ്റെ അവകാശങ്ങൾ, ഞങ്ങളുടെ അധികാരങ്ങൾ ഞങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ചോദിക്കുമ്പം അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നോക്കി, എങ്കിലും ഇതൊന്നും ഞാൻ പ്രയോഗിച്ചിട്ടില്ല, അധികാരം പ്രയോഗിച്ചിട്ടില്ല, അവകാശം പ്രയോഗിച്ചിട്ടില്ല, എനിക്ക് ലഭിക്കേണ്ടത് ലഭിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല. 19-ാം വാക്യത്തിൽ, ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എല്ലാവർക്കും ദാസനായി. സ്വതന്ത്രനാണ് അദ്ദേഹം. അതാണ് 1-ാം വാക്യത്തിൽ വായിച്ചത്. ഞാൻ സ്വതന്ത്രനല്ലയോ? ഞാൻ സ്വതന്ത്രനാണെങ്കിലും ഞാൻ എല്ലാവർക്കും വേണ്ടി ദാസനായി. എല്ലാവർക്കും വേണ്ടി ദാസനായി. നമുക്ക് ഇപ്പോൾ അത് എത്രമാത്രം പറഞ്ഞാൽ മനസ്സിലാകുമെന്നറിയില്ല. വളരെ മ്ലേച്ഛമായ രീതിയിൽ ജീവിച്ച ഒരു ദേശമാണ് കൊരിന്ത്യ സഭ. കൊരിന്ത്യ സഭ നിൽക്കുന്ന ആ കൊരിന്ത് ദേശം. അപ്പോസ്തലനായ പൗലോസോ ചെറുപ്പം മുതൽ ന്യായപ്രമാണം പാലിച്ചു പോകുന്ന ഒരു മനുഷ്യൻ, ഒരു പരീശൻ. അപ്പോൾ ധാർമ്മികമായ ലെവലിൽ നോക്കുകയാണെങ്കിൽ കൊരിന്ത്യ സഭയെക്കാളും എത്രയോ ഉന്നതത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മാനുഷിക കാഴ്ചപ്പാടിൽ അപ്പോസ്തലനായ പൗലോസ്. അദ്ദേഹത്തിൻ്റെ ജ്ഞാനം, വിദ്യാഭ്യാസം വെച്ച് നോക്കുകയാണെങ്കിൽ കൊരിന്ത്യ സഭയിലുള്ള ആൾക്കാരെക്കാളും എത്രയോ ശ്രേഷ്ഠമായ വിദ്യാഭ്യാസമുള്ളവർ. അവരിൽ പലരിലേക്കാളും ഒരുപക്ഷെ വളരെ ധനികനായ ഒരു ജീവിതത്തിൽ ജീവിച്ച ഒരു വ്യക്തിയായിരിക്കണം അപ്പോസ്തലനായ പൗലോസ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അധികം പേരെ നേടേണ്ടതിന് ഞാൻ ദാസനായി. അധികം പേരെ നേടേണ്ടതിന് ഞാൻ ദാസനായി. എനിക്ക് തോന്നുന്നില്ല അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതം വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ യോഗ്യതകളും
പദവികളും ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റുമോ എന്നെനിക്കറിയില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അത്രയും യോഗ്യത എനിക്കുണ്ട്, അദ്ദേഹത്തിൻ്റെ അത്രയും വിദ്യാഭ്യാസം അല്ലെങ്കിൽ പണപരമായ അല്ലെങ്കിൽ സമൂഹത്തിലുള്ള മാന്യത എനിക്കുണ്ടെന്ന് പറയാൻ, അല്ലെങ്കിൽ യഹൂദ മതത്തിലുള്ള മാന്യത നമുക്കുണ്ടെന്ന് പറയാൻ നമുക്ക് ആർക്കെങ്കിലും യോഗ്യതയുണ്ടോ എന്നെനിക്കറിയില്ല. എന്നാൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ ഈ വാക്കെന്താണ്? ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനായി. സ്തോത്രം. എങ്കിലും ഞാനിതൊന്നും പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന് പറയുകയാണ്. ഇത് ഞാൻ പറയുന്നത് എനിക്കെന്തെങ്കിലും ലഭിക്കണമെന്ന് വെച്ചല്ല. ആരെങ്കിലും എൻ്റെ പ്രശംസ വൃഥാവാക്കുന്നുവെങ്കിൽ മരിക്കുക അത്രയും നല്ലത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഈ പറയുന്ന എന്നെക്കുറിച്ച് പറയുന്ന ഈ പ്രശംസാ വാക്കുകൾ തെറ്റാണെന്ന് നിങ്ങൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ അതിനേക്കാൾ ഉപരി ഞാൻ മരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്, അത് നിങ്ങൾക്കും അറിയാം എന്നാണ് പറയുന്നത്. തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നു, എങ്കിൽ ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിക്കുവാൻ ഒന്നുമില്ല. പ്രശംസിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, എന്നാൽ സുവിശേഷം അറിയിക്കുന്നത് കൊണ്ട് ഇതിലൊന്നും എനിക്ക് പ്രശംസിക്കാനില്ല. സുവിശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ, അല്ലെങ്കിൽ ക്രൂശ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സെൻറ്ററായിരുന്നു. എല്ലാറ്റിൻ്റെയും മധ്യസ്ഥാനം അദ്ദേഹം ജീവിതം കണ്ടത്, കഷ്ടപ്പാടുകൾ കണ്ടത്, പ്രവർത്തനം കണ്ടത്, അദ്ദേഹത്തിൻ്റെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധമെല്ലാം കണ്ടത് ക്രൂശ് കേന്ദ്രീകരമായ സെൻറ്റർ, അങ്ങനെയുള്ള ഒരു ജീവിതം, ഒരു കാഴ്ചപ്പാടാണ് അപ്പോസ്തലനായ പൗലോസിനുണ്ടായിരുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. എങ്കിൽ എനിക്ക് പ്രതിഫലം അയ്യോ കഷ്ടം. ഞാനത് മനഃപൂർവ്വം നടത്തുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. മനഃപൂർവ്വമല്ലെങ്കിലും കാര്യമെങ്കിൽ ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ എൻ്റെ പ്രതിഫലം എന്ത്? സുവിശേഷം അറിയിക്കുമ്പോൾ സുവിശേഷ ഘോഷണത്തിലുള്ള അധികാരം മുഴുവനും ഉപയോഗിക്കാതെ ഞാൻ സുവിശേഷ ഘോഷണം ചിലവ് കൂടാതെ നടത്തുന്നു എന്ന് പറഞ്ഞാൽ, ഇതെല്ലാം പിന്നെയും സുവിശേഷം എത്ര പ്രാവശ്യമാണ് ഈ ഒരു പാരഗ്രാഫിൽ സുവിശേഷം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും കേന്ദ്ര ബിന്ദു സുവിശേഷമായിരുന്നു, ക്രൂശായിരുന്നു. ആ ക്രൂശിനെ ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളും അദ്ദേഹം കണ്ടത്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിലോട്ട് നമുക്ക് നോക്കിയേ, എവിടെയാണ് ക്രൂശിൻ്റെ സ്ഥാനം? സുവിശേഷത്തിൻ്റെ സ്ഥാനം എവിടെയാണ്? എന്തുകൊണ്ടാണ് അദ്ദേഹം സുവിശേഷമോർത്ത് അദ്ദേഹം ഇത് ചെയ്തെന്ന് പറയാൻ കാര്യം? എന്താണ് സുവിശേഷം? യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നു, നമുക്ക് വേണ്ടി മരിച്ചു. ക്രൂശിൽ നമ്മളുടെ എല്ലാ പാപങ്ങളുടെയും, ഇന്ന് വരെയുള്ള എല്ലാവരുടെയും പാപങ്ങളുടെ കുറ്റം പിതാവ് അവൻ്റെ മേൽ ചുമത്തി. അത് യേശുവിന് വഹിക്കാവുന്നതും അപ്പുറമായിരുന്നു. അതുകൊണ്ടാണ് ഗെത്സമന തോട്ടത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, പിതാവേ, ഇത് കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റണമേ, എന്നാലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം എന്ന് പറയുന്നു. ക്രൂശിൽ നാം ഒരിക്കലും കർത്താവേ എന്നെ കൈവിട്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കാം. എന്നാൽ യേശുവും പിതാവുമായിട്ടുള്ള ബന്ധം വളരെ ക്ലോസ് ആയിരുന്നു. എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത്, എൻ്റെ പിതാവ് പറയുന്നതാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പിന്നെയും അദ്ദേഹം പല ആവർത്തി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ യേശുവും പിതാവുമായിട്ടുള്ള ബന്ധം നമ്മളെക്കാളൊക്കെ വളരെ ക്ലോസ് ആയിരുന്നു. പകൽ മുഴുവനും ശുശ്രൂഷ ചെയ്ത ശേഷം രാത്രിയിൽ അദ്ദേഹം പോയി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പിതാവുമായിട്ടുള്ള ബന്ധം വളരെ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു ദൈവമായിരുന്നു, ഒരു മനുഷ്യൻ, ദൈവ മനുഷ്യനായി വന്ന വ്യക്തിയായിരുന്നു യേശു. എന്നാൽ ക്രൂശിൽ കിടക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് എന്താണ്? എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്ന്. എന്നാൽ അതുപോലെ പിതാവ് കൈവിട്ടോ? ഒരു പക്ഷേ കൈവിട്ട് കാണും. ആരെ ഓർത്താണ് കൈവിട്ടത്? നിങ്ങളെ, എന്നെ ഓർത്ത്.
നിങ്ങളെയും എന്നെയും സ്വർഗത്തിലിരുത്താൻ ഒരു നിമിഷത്തേക്ക് ഒരു പക്ഷേ പിതാവ് തൻ്റെ മുഖം യേശുവിൽ നിന്ന് മറച്ചു കാണും. സ്തോത്രം. ആ ഒരു അത്രയ്ക്ക് കഷ്ടതയിലൂടെ, നിന്ദയിലൂടെ, നമ്മളാരും സഹിക്കാത്ത പരിഹാസത്തിലൂടെ ഒക്കെ കടന്നുപോയി നമ്മളെ കർത്താവിങ്കലോട്ട് സ്വീകരിക്കാൻ ആണ് വന്ന യേശുവിൻ്റെ ജീവിതവും പ്രവർത്തനവുമാണ് സുവിശേഷം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നു, താൻ ദൈവരൂപമിരിക്കെ, ദൈവത്തോടുള്ള സമം ഇരിക്കെ അത് മുറുകെ പിടിക്കാതെ ദാസനായി ഈ ലോകത്തിൽ വന്നു. അപ്പോൾ തന്നെത്താൻ താഴ്ത്തി ദാസരൂപമെടുത്തു വന്നു. സ്തോത്രം. അതാണ് സുവിശേഷം. ഈ സുവിശേഷം അറിയിക്കുന്ന അപ്പോസ്തലനായ പൗലോസിനും ഈ സുവിശേഷം അറിയിക്കുന്ന നമുക്കും ഈ സുവിശേഷം നിമിത്തം രൂപാന്തരപ്പെട്ട നമുക്കും നമ്മുടെ ജീവിതത്തിലുള്ള അവകാശങ്ങളും പദവികളും യോഗ്യതകളൊക്കെ സുവിശേഷ നിമിത്തമാണ് കാണേണ്ടത്. തന്നെത്താൻ താഴ്ത്തി ദാസരൂപമെടുത്ത് ഈ ലോകത്തിൽ വന്ന യേശു, അതാണ് സുവിശേഷം. ആ സുവിശേഷത്തെ ആസ്പദമാക്കി വേണം നമ്മുടെ ജീവിതത്തിലെ പദവികളും അവകാശങ്ങളും യോഗ്യതകളൊക്കെ കാണാൻ. സുവിശേഷമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രമായി നാം ആയിരിക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുകയാണ് ഈ ലേഖനം. അവർക്ക് ചില അവകാശങ്ങളുണ്ട്, അവർക്ക് ചില പദവികളുണ്ട്, അവർക്ക് ചില യോഗ്യതകളുണ്ടെന്ന് പറഞ്ഞ് അവർ പല കാര്യങ്ങൾ സഭയിൽ പ്രവർത്തിക്കുന്നു. ചില കാര്യങ്ങളൊക്കെ അപ്പോസ്തലനായ പൗലോസിന് കത്തെഴുതി കൊടുക്കുകയാണ്. അവരോട് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഇത്രയേ ഉള്ളൂ, പദവികളും അവകാശങ്ങളും യോഗ്യതകളും എല്ലാം നല്ലതാണ്, എന്നാൽ അത് സുവിശേഷത്തിൻ്റെ മുകളിൽ വെക്കരുത്. സുവിശേഷവും നമ്മുടെ പദവികളും അവകാശങ്ങളും യോഗ്യതകളൊക്കെ ഒരു കോമൺ ബാലൻസിൻ്റെ ത്രാസിൻ്റെ രണ്ട് ഹാൻഡിൽ വെക്കുമ്പോൾ എപ്പോഴും അതിന് വിലയുള്ളത് എന്താണ്? സുവിശേഷമാണ് വിലയുള്ളത്. സ്തോത്രം. ഞാൻ സ്വതന്ത്രനാണോ എന്ന് പറഞ്ഞ് തുടങ്ങുന്നു. അദ്ദേഹം പറയുകയാണ് 19-ാം വാക്യത്തിൽ, ഞാൻ സ്വതന്ത്രനാണ്, എന്നാൽ ഞാൻ ക്രിസ്തു നിമിത്തം, സുവിശേഷ നിമിത്തം എല്ലാവർക്കും ദാസനായി. സ്തോത്രം. നമ്മളെല്ലാവരും കർത്താവിനെ അനുഗമിക്കുന്നവരാണ്, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചവരാണ്, കർത്താവിൻ്റെ വഴികളിൽ നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, അതിനുവേണ്ടി പലരെയും ഒരുക്കുന്നവരാണ്. എന്നാൽ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ സമൂഹം അങ്ങനല്ല. നമ്മൾ പ്രവർത്തിക്കുന്ന ജോലി സ്ഥലങ്ങൾ, നമ്മളുടെ അയൽവക്കം, അല്ലെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ, ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഒരിക്കലും അങ്ങനല്ല. അവർ പദവികൾക്കും അവകാശങ്ങൾക്കും എല്ലാം വളരെ പ്രാധാന്യം കൊടുക്കുന്നതാണ്. ഒരാൾ തൻ്റെ പദവി കുറച്ചാൽ, ഒരാൾ തൻ്റെ യോഗ്യതകൾ കുറച്ച് കാണിച്ചാൽ, തൻ്റെ അവകാശങ്ങൾ ഇല്ലാതാക്കിയാൽ, പിന്നെ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കാണാം. സ്തോത്രം. നാം ഈ ലോകത്ത് താമസിക്കുമ്പോൾ, ജീവിക്കുമ്പോൾ നമുക്കും ഇതിനുള്ള അപകടമുണ്ട്. കൊരിന്ത്യ സഭയിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രവർത്തനത്തിലൂടെ വന്ന കൊരിന്ത്യ സഭയിലെ ജനങ്ങൾക്ക്, ദൈവമക്കൾക്ക് ഇതൊരു അപകടമായെങ്കിൽ ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ താമസിക്കുന്ന വളരെ അത്യാധുനികമായ പല സാഹചര്യങ്ങളുള്ള നമുക്കും ഇതൊരു അപകടമാകാം. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസിൻ്റെ കാഴ്ചപ്പാട്, സുവിശേഷത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമ്മുടെ ഹൃദയത്തോട് നമ്മൾ ചേർത്ത് പിടിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവകാശങ്ങളും പദവികളും യോഗ്യതകളെക്കാളൊക്കെ ഉപരി സുവിശേഷമാണ് വലുത്. സുവിശേഷം എൻ്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാനിന്നിവിടെ കാണുമോ? ഒരിക്കലുമില്ല. സ്തോത്രം. സുവിശേഷ നിമിത്തമാണ് ഞാനിന്നിവിടെ ആയിരിക്കുന്നത്. സുവിശേഷ നിമിത്തമുള്ള അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. സ്തോത്രം. അപ്പോൾ നാം നമ്മുടെ ജീവിതത്തിലെ പദവികൾക്കും അവകാശങ്ങൾക്കും യോഗ്യതകൾക്കും ഉന്നത സ്ഥാനം കൊടുത്താൽ സുവിശേഷത്തിന് ഞാൻ കൊടുക്കുന്ന വില എന്തുമാത്രമാണ്. സ്തോത്രം. നമ്മൾ മാതാപിതാക്കൾ, പ്രായമുള്ള വല്യമ്മച്ചിമാർ, എന്നെപ്പോലുള്ള വല്യമ്മച്ചിമാരൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ ഭവനത്തിൽ കർത്താവിനെക്കുറിച്ച് നമ്മൾ എത്രമാത്രമാണ് സംസാരിക്കുന്നത്. സ്തോത്രം. എത്രമാത്രം നമ്മുടെ കഴിഞ്ഞ ഒരാഴ്ചത്തെ സംസാരം എടുത്ത് നോക്കിയാൽ, കഴിഞ്ഞ ഞായർ നമ്മൾ ചർച്ച് കഴിഞ്ഞ് വീട്ടിൽ പോയി, ഈ ഞായറാഴ്ച നമ്മളിവിടെ വന്നു. പ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥനയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, മക്കളുമായി, കൊച്ചുമക്കളുമായി
നമ്മൾ സംസാരിച്ചപ്പോൾ എത്രമാത്രം യേശുവിനെക്കുറിച്ച് നമ്മൾ ഭവനത്തിൽ സംസാരിക്കാനിടയായി തീർന്നു. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ ഇങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കാനായിട്ട് ഇടയായി തീർന്നു. അദ്ദേഹം ചോദിച്ചു, തിങ്കളാഴ്ച നിങ്ങളെല്ലാവരുടെ ചേർന്ന് ചെയ്തൊരു കുഞ്ഞിൻ്റെ പ്രോജക്റ്റ് വർക്ക് മറന്നുപോയി. അച്ഛനും അമ്മയും എന്ത് ചെയ്യും? സ്കൂൾ ബസ്സിൻ്റെ പുറകെ പോയി കുഞ്ഞിൻ്റെ കയ്യിൽ ആ പ്രോജക്റ്റ് കൊടുക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? സ്കൂളിൽ കൊണ്ടുവന്ന് ആ പ്രോജക്റ്റ് കൊടുക്കും. നമ്മളത് ചെയ്യണം. കുഞ്ഞുങ്ങളെ പഠനത്തിന് വേണ്ടി നമ്മൾ ഉത്സാഹിപ്പിക്കുന്നവരായതുകൊണ്ട്. അദ്ദേഹം ചോദിച്ച വേറൊരു ചോദ്യം ഇതായിരുന്നു, ഞായറാഴ്ച സൺഡേ സ്കൂൾ ബുക്ക് കൊണ്ടുവരാൻ മറന്നുപോയി. എത്ര പേര് ആ തിങ്കളാഴ്ച ചെയ്ത ആ വ്യഗ്രത ഞായറാഴ്ച കാണിക്കും? അദ്ദേഹം പറയുകയാണ്, ഞായറാഴ്ചത്തേക്കാൾ ഉപരി തിങ്കളാഴ്ചത്തെ ജീവിതത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് കുഞ്ഞുങ്ങൾ മനസ്സിലായാൽ കുഞ്ഞുങ്ങൾ വലുതാവുമ്പോഴും അങ്ങനെ തന്നെ തീരുമാനിക്കും. സ്തോത്രം. നമ്മുടെ ഭവനത്തിൽ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള സംഭാഷണത്തിൽ, മക്കളും നമ്മളുമായിട്ടുള്ള സംഭാഷണത്തിൽ, നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ സഹോദരിമാർ, നമ്മളെ ചർച്ചിലുള്ളവർ ഒരുമിച്ച് കാണുമ്പോൾ എവിടെ വെച്ച് കണ്ടാലും സുവിശേഷമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നതെന്ന് നമ്മൾ പറയാൻ മറക്കരുത്. സുവിശേഷമാണ്. ദൈവരൂപത്തിലിരിക്കെ ആ സമത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ താഴ്ത്തി ദാസനായി ക്രൂശിലെ മരണത്തോളം മിണ്ടാതിരുന്ന ആ സുവിശേഷമാണ് എന്നെ ഇവിടെയാക്കിയത്. ഞാൻ സ്വതന്ത്രനാണെങ്കിലും സുവിശേഷ നിമിത്തം ഞാനിതെല്ലാം വേണ്ട എന്ന് വെക്കുന്നു. സ്തോത്രം. എനിക്കറിയാം ഈ ചർച്ചിലുള്ള എല്ലാവരും വളരെ സുവിശേഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഞാനിന്ന് രാവിലെ ഇവിടെ വന്ന സമയത്ത് 2 സഹോദരിമാരിവിടെയുണ്ട്. മിറ്റം തൂക്കാനും ഇവിടുത്തെ കാര്യങ്ങൾ ക്രമീകരിക്കാനും. ഞായറാഴ്ച മാത്രമല്ല, മറ്റു പല കാര്യങ്ങളിൽ ഇവിടെയുള്ള എല്ലാവരും വളരെ ആക്റ്റീവാണെന്ന് എനിക്കറിയാം. സ്തോത്രം. ദൈവം നമ്മളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. തുറന്നുള്ള ജീവിതത്തിലും നമ്മൾ എന്ത് ചെയ്യണം? സുവിശേഷത്തെ മുൻനിർത്തി നാം എല്ലാം ചെയ്യണം. നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ ഇടപാടുകളിൽ. സ്തോത്രം. ആരെങ്കിലും സുവിശേഷ നിമിത്തം ചില അവകാശങ്ങൾ എനിക്ക് കീഴടക്കാൻ വേണ്ട എന്ന് വെക്കാൻ സാധിക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ കർത്താവിനോട് ചോദിച്ചാൽ മതി. ആ ബർത്തിമായി വിളിച്ച് പറഞ്ഞതുപോലെ, ദാവീദ് പുത്ര കരുണ തോന്നണമേ, ദാവീദ് പുത്ര കരുണ തോന്നണമേ എന്ന് പറയുമ്പോൾ കരുണ തോന്നുന്നവനാണ് നമ്മുടെ ദൈവം. സ്തോത്രം. കർത്താവേ, സുവിശേഷത്തെ നിമിത്തം എല്ലാം ചപ്പും ചവറും എന്ന് എണ്ണുവാൻ ദൈവം എനിക്ക് കൃപ തരണമേ. സ്തോത്രം. സുവിശേഷ നിമിത്തം ചില ഹീനനെന്ന് കരുതപ്പെടുവാൻ, ചവറെന്നെഴുതപ്പെടുവാൻ കർത്താവേ എനിക്ക് കൃപ തരണമേ. സ്തോത്രം. സുവിശേഷ നിമിത്തം ഞാൻ ബലഹീനനെന്ന്, പോഷനെന്ന് മറ്റുള്ളവർ കാണപ്പെടുവാണെങ്കിൽ അതിനും സഹിപ്പാനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 19 വാക്യം ഞാൻ ഒന്നുകൂടെ വായിച്ചോളട്ടെ. ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനായി. അധികം പേരെ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഈ ഒരു വർഷം 2025 ആരെങ്കിലും ഒരാളെയെങ്കിലും കർത്താവിങ്കലേക്ക് കൊണ്ടുവരുവാൻ എന്നെ സഹായിക്കണമേ. നമ്മുടെ പ്രാർത്ഥനയായിരിക്കട്ടെ. കർത്താവെ, 2025 ഡിസംബർ മാസം 31 എന്നെ ദൈവം ആയുസ്സോടെ വെക്കുകയാണെങ്കിൽ ഞങ്ങളിവിടെ ഒരുമിച്ച് ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും കർത്താവിങ്കിലേക്ക് നയിക്കുവാൻ, അധികം പേരെ നേടേണ്ടതിന് ഞാൻ എല്ലാവർക്കും ദാസനാകാനായിട്ട്. സ്തോത്രം. ദൈവമേ, എന്നെ സഹായിക്കണമേ.